ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ പരിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനായിരിക്കുന്ന പ്രിയപ്പെട്ട അലക്സാണ്ടർ തോമസ് അച്ഛനാണ്. പുനലൂരിൻ്റെ ഈ ദേശത്ത് താമസിച്ച് ഈ ദേശത്ത് പട്ടക്കാരനായിട്ട് ഈ നാളുകളിൽ നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹീതമായുള്ള നേതൃത്വം പ്രിയപ്പെട്ട അച്ഛൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് സഭയുടെ സത്യവിശ്വാസം പഠിപ്പിക്കുന്നതിലും സഭയുടെ പാരമ്പര്യങ്ങളും സഭയുടെ ആരാധനാക്രമങ്ങളും സുറിയാനി സഭയുടെ വിശ്വാസം ഈ നാളുകളിലെ ശക്തിയോടെ പഠിപ്പിക്കുന്നതിന് പ്രിയപ്പെട്ട അച്ഛനെ ദൈവം പലയിടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇടയ്ക്കൊക്കെ പ്രിയപ്പെട്ട അച്ഛൻ നമ്മുടെ ഇടവയിൽ വരുന്ന നമ്മളെല്ലാവരെയും സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് വലിയ നോമ്പിനോടനുബന്ധിച്ച് ഇന്ന് ഈ പരിശുദ്ധ ദിവസത്തിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്നതിൽ സന്തോഷം അറിയിക്കുന്നതോടൊപ്പം ഇടവയുടെ പേരിൽ പ്രിയപ്പെട്ട അലക്സാണ്ടർ തോമസ് അച്ഛനെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് ചേർന്ന് ഈ വിശുദ്ധ ദിവസം ഈ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് ദൈവം പ്രിയ അച്ഛനിലൂടെ എന്നെ ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം. വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹത്തോടെ ഇരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രതിയാൽ പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ എല്ലാ നന്മകളിലും ആ നന്മയോട് ചേർന്ന് ജീവിതത്തിൻ്റെ ദൈവികമായ അനുഗ്രഹങ്ങളിലും മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെല്ലാം ഒരുപോലെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ വന്നപ്പോൾ അച്ഛനോട് ചോദിച്ചു, ഇതിൻ്റെ കടഭാരങ്ങളൊക്കെ തീർന്നു കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാം തീർന്നു കഴിഞ്ഞു എന്ന് അച്ഛൻ അറിയിച്ചു. വളരെ ബന്ധപ്പെട്ട് ഈ ഒരു ദേവാലയം പണിയുമ്പോൾ വളരെയധികം ബന്ധപ്പെട്ടാണ് ഇതെല്ലാം പണിഞ്ഞത്. ശരിയാണ്, വളരെ അധ്വാനം അതിൻ്റെ പിന്നിലെന്നുണ്ട്. എന്നാൽ അതിൻ്റെ ബാക്കി പത്രം ആയിട്ടുള്ള കടവും മറ്റു കാര്യങ്ങളുമൊക്കെ തീർക്കുവാനായിട്ടും നിങ്ങളെല്ലാവരും പ്രിയപ്പെട്ട അച്ഛനോട് ചേർന്ന് നിന്ന അനുഗ്രഹകരമായ രീതിയിൽ അതൊക്കെ പൂർത്തീകരിക്കാൻ സഹായിച്ചതോട് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ചൊരു സംഗതിയാണ്, ഈ പുനലൂർ സെൻറ്ററിലുള്ള എല്ലാ ഇടവകളോടും ഞങ്ങളുടെ കുടുംബത്തിന് ഒരു പ്രത്യേകമായ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എൻ്റെ പിതാവിൻ്റെ പിതാവ് ഹരിപ്പാട്ടച്ഛൻ ഈ ഇടവയിൽ ആദ്യകാലങ്ങളിൽ 14 വർഷം ശുശ്രൂഷ ചെയ്തൊരച്ഛനാണ്. പരിശുദ്ധ മാർത്തോമാ സഭയുടെ ഭാഗമായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ പാത്രികീസ് സഭയിൽ നിന്നും വിട്ട് അതിൻ്റെ വിശ്വാസങ്ങളെ അല്പമൊന്ന് മാറ്റിവെച്ചിട്ട് മാർത്തോമാ സഭയുടെ നവീകരണ ചിന്തയിലും ആധ്യാത്മിക മൂല്യത്തിലും പൗരസ്ത്യ സഭയുടെ യഥാർത്ഥമായ തനിമയുടെ അനുഭവത്തിലും അച്ഛൻ നിന്നപ്പോൾ അച്ഛന് ലഭിച്ചതായ ആദ്യത്തെ പള്ളിയാണ് ഈ യെരുശലേം മാർത്തോമ പള്ളി. രണ്ടാമത്തെ പള്ളി കരവാളൂർ ബദേൽ പള്ളി. മൂന്നാമത്തെ പള്ളി ഇപ്പോൾ 100 വർഷമൊക്കെ ആഘോഷിക്കുന്നതായ പെറവന്തൂർ പള്ളി. അതിനുശേഷം 6 പള്ളികൾ അച്ഛനിവിടെ സ്ഥാപിച്ചു. പുനലൂർ സെൻറ്റ് തോമസ് തുടങ്ങി കൂടൽ വരെയുള്ളതായ പള്ളികൾ, പത്തനാപുരം കൂടൽ ഉള്ള പള്ളി 6 പള്ളികൾ സ്ഥാപിച്ചു. 13 പള്ളികളുടെ വികാരിയായിട്ട് ആ കാലഘട്ടത്തിലിരിക്കുവാനിടയായി. അങ്ങനെ ഒരു ദൈവികമായിട്ടുള്ള ബന്ധം തലമുറകളായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് പ്രത്യേകമായി ഞാൻ ഓർക്കുമ്പോൾ, ഇവിടെ വരുമ്പോൾ ഈ പരിശുദ്ധ മദ്ബഹയിലൊക്കെ കയറുമ്പോൾ ആ ഒരു ചിന്തയാണ് എന്നെ എപ്പോഴും ബലപ്പെടുത്തുന്നത്, ശക്തീകരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം. പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു സഭയാണ് പരിശുദ്ധ മാർത്തോമാ സഭ. പലർക്കും ചില സംശയമുണ്ടാകും. അങ്ങനെയല്ല, സംശയിക്കേണ്ട കാര്യമില്ല. മാർത്തോമാ സഭയുടെ അല്ലെങ്കിൽ പൗരസ്ത്യ സഭയുടെ ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് അത് പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസത്തിൻ്റെ വഴിത്താരയിൽ നിൽക്കുന്നതാണ്. നമ്മുടെ വിശുദ്ധ വിവാഹ ശുശ്രൂഷയുടെ 2ാം ഭാഗത്തെ ആദ്യത്തെ ഗാനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ
ആ ഒരു പ്രത്യേകമായ പാട്ട് പ്രത്യേക ആശീർവാദത്തിൻ്റെ പാട്ടാണ്. കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ആ ഒരു പാട്ട് പാടാതെ ഒരിക്കലും ചെയ്യാനൊക്കത്തില്ല. അതാണ് അതിൻ്റെ പൗരസ്ത്യ ആരാധനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അബ്രാം സാറ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. ഞങ്ങൾ ആ പാട്ട് ശ്രദ്ധിച്ചപ്പോൾ അറിയാൻ മനസ്സിലാക്കാൻ പറ്റും പൗരസഭയുടെ സ്റ്റാൻഡ് എന്താണെന്ന് അല്ലേ. അബ്രഹാം സാറായുടെ വിശ്വാസം, താഴോട്ട് വിശ്വാസ പിതാക്കന്മാരുടെ വിശ്വാസം, അതിനെ നമ്മൾ ഒരു സമയം വരുമ്പോൾ ക്രൂശ് വരയ്ക്കും. ആ ക്രൂശിലൂടെയാണ് ആ വലിയ സ്നേഹത്തെയും വിശ്വാസത്തെയും നമ്മൾ കാണുന്നത്. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ബന്ധിപ്പിച്ചുള്ളതായ വളരെ ശക്തമായിട്ടുള്ള ആരാധനാക്രമങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാസ ധാരണകൾ ഉൾക്കൊള്ളുന്ന സഭയുടെ പശ്ചാത്തലമാണ് നമുക്കുള്ളത്. ആരും തെറ്റിദ്ധരിക്കരുത്, മാർത്തോമാ സഭ ഒരു പെന്തക്കോസ്ത് സഭയല്ല. ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ മാർത്തോമാ സഭയിൽ പെന്തക്കോസ്തിൻ്റെ അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ സ്തോത്രം പറയും, ഹല്ലേലൂയ പറയും, എല്ലാ കൈയടിച്ച് പ്രാർത്ഥിക്കും. മറ്റ് പൗരസഭകളേക്കാൾ അല്പ വ്യത്യാസമായിട്ടുള്ള ചിന്തകൾ നമുക്കുണ്ട്. എന്നാൽ പരിശുദ്ധ കൂദാശകളിലും ആരാധനകളിലും ഉറച്ചു നിന്ന് ധ്യാനാത്മകമായ അനുഭവത്തിൽ നിന്ന് ആ ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ദൈവകൃപ പ്രാപിക്കുന്ന ഒരനുഭവമാണ് നമുക്കുള്ളത്. നമുക്കതുകൊണ്ട് കൂദാശകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വചനത്തിൻ്റെ കൂദാശ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. മാർത്തോമാ സഭ ഈ കേരള നാടിനും ലോകത്തിനും നൽകിയ വലിയ ദർശനം അതാണ്. എന്താ ദർശനം ചോദിച്ചാൽ, കൂദാശകളോടൊപ്പം അനുഷ്ഠാനങ്ങളോടൊപ്പം തന്നെ വചനത്തിൻ്റെ കൂദാശ ഉണ്ടായിരിക്കണം. എൻ്റെ പിതാമഹനായിട്ടുള്ള പിതാമഹനായിട്ടുള്ള അരിപ്പാട്ടച്ചന് പരിശുദ്ധ പാത്രികീസ് സഭ, അല്ലെങ്കിൽ അന്നത്തെ ഓർത്തഡോക്സും പാർത്തോക്സും ചേർന്നതായ സഭ, അതിൽ പ്രവർത്തനം നിർത്തി പരിശുദ്ധ മാർത്തോമാ സഭയിൽ ചേരാനുള്ള അല്ലെങ്കിൽ നിന്ന് പ്രവർത്തിപ്പാൻ ഈ രണ്ടായിട്ട് പിളർന്ന ഒരു സഭയായിരുന്നു അന്ന്. അതിലെ നവീകരണ ആ വിശ്വാസത്തിൽ നിൽപ്പാൻ ഇടയായിത്തരുന്നതിൻ്റെ ഒരു കാരണം അതാണ് ചോദിച്ചാൽ, അന്നത്തെ പാത്രികേസിലെ ബാവന്മാർ അല്ലെങ്കിൽ ഓർത്തഡോക്സിലെ ബാവന്മാർ പറഞ്ഞു, നീ പള്ളിയിലെ കാര്യം മാത്രം നോക്കിയാൽ മതി, കുർബാന മാത്രം ചെയ്താൽ മതി, പ്രസംഗമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അന്ന് പ്രസംഗം ഓർത്തഡോക്സുകാർക്ക് അല്ലെങ്കിൽ പാത്രികേസ് മധ്യേ ഇല്ലായിരുന്നു. പ്രസംഗമൊന്നും വേണ്ട, സാമൂഹ്യ പ്രവർത്തനവും വേണ്ട, മറ്റ് ജാതികളുമായിട്ടുള്ള വലിയ ബന്ധവും വേണ്ട, ഇങ്ങനെ അങ്ങ് പോയേച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ പുറത്തൊക്കെ പോയി പഠിച്ച ഒരാളായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, അങ്ങനെയല്ല, സഭയെന്ന് പറയുന്നത് ലോകത്തിലാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനമാണ് അച്ഛൻ പുനലൂരിൽ ചെയ്തത്. ചെയ്തപ്പോൾ അങ്ങനെ ഒരാശയപ്പഴക്കം വന്നപ്പോഴാണ് അച്ഛന് ഈ നവീകരണ വിശ്വാസത്തോട് ചേർന്ന പൗരസ്ത്യ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുന്ന മാർത്തോമാ സഭയിൽ നമ്മുടെ ഒരു വ്യക്തിത്വവും അസ്തിത്വവും അങ്ങനെയാണ്. വി ആർ ഈസ്റ്റേൺ ചർച്ച്. നമ്മൾ പൗരസ്ത്യ ആധ്യാത്മികത നിറഞ്ഞു നിൽക്കുന്ന കൂദാശകളും നോമ്പും പ്രാർത്ഥനകളും നിൽക്കുന്ന സഭയാണ്. അവർ ചർച്ച് ഈസ് ബിബ്ലിക്കൽ എന്ന് പറയും. അവർ ചർച്ച് ഈസ് ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റി ഓറിയൻറ്റഡ് ചർച്ച്. അവർ ചർച്ച് ഈസ് ബിബ്ലിക്കൽ. ബിബ്ലിക്കൽ എന്ന് പറഞ്ഞാൽ വേദപുസ്തകം വ്യാഖ്യാനിക്കുകയും പ്രസംഗിക്കുകയും സുവിശേഷ ഘോഷണം നടത്തുകയും ചെയ്യുന്ന ചർച്ചാണ്. ബിബ്ലിക്കൽ ആൻഡ് ഇവാഞ്ചലിക്കൽ ആണ്. മിസിയോളജിക്കലാണ്. പരിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന കൂദാശ ലഭിക്കുന്നതായ ഒരു മിഷൻ മിഷനുണ്ട്. വെള്ളക്കാരൻ പറയുന്ന ഒരു മിഷൻ ദർശനമല്ല നമ്മുടെ കൂദാശ. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതുപോലെ ഈ ലോകത്തിന് വേണ്ടി മരണപ്പെടാനും അവർക്ക് വേണ്ടി ജീവിതം പണയപ്പെടുത്തുവാനും ഇറങ്ങിത്തിരിക്കണം എന്ന് പറയുന്ന ഒരു സഭയാണ് സഭ. അതുകൊണ്ട് വി ആർ ഈസ്റ്റേൺ ലിറ്റർജിക്കൽ, അതുപോലെ തന്നെ വി ആർ ബിബ്ലിക്കൽ ആൻഡ് ഇവാഞ്ചലിക്കൽ. അതുപോലെ തന്നെ നമ്മൾ പറയും വി ആർ മെസിയോളജിക്കൽ. മിഷനാണ്. പൗരസ്ത്യ സഭയിലെ ആദ്യത്തെ സഭയാണ് കേരളം വിട്ട് പുറത്തേക്ക് പോയി ഒരു മിഷൻ പ്രവർത്തനം കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ചെയ്ത സഭ. 1911 ഇവിടുന്ന് ആദ്യമായിട്ട് മിഷണറിമാർ പുറത്തേക്ക് പോകുന്നത്. ആ മിഷണറി പ്രദേശത്ത്
14 വർഷങ്ങൾ പ്രവർത്തിപ്പാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഹോണാവർ, അങ്കോല മിഷൻ ഏരിയ. അതിനുശേഷമാണ് നമ്മൾ ഈ സിഹോറയിലേക്ക് 40കളിൽ ആളുകൾ പോകുന്നത്. അപ്പോൾ നമ്മളുടെ പ്രവർത്തന ജീവിതത്തിന് ഒരു സഭയുടെ ദർശനം അങ്ങനെയാണ് നിൽക്കുന്നത്. അടുത്തൊരു കാര്യം, വി ആർ എക്യൂമെനിക്കൽ എന്ന് പറഞ്ഞാൽ മറ്റ് സഭകളുമായിട്ടുള്ള ഒരു ലിങ്ക് ചർച്ചാണ്. എല്ലാ സഭകളുമായിട്ട് ഒരേപോലെ ബന്ധം പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണ് എക്യുമെനി. സഭകളായിട്ട് മാത്രമല്ല, മറ്റേത് ജാതി മതസ്ഥരോടും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ എക്യുമെനിക്കലാണ്. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് വിശ്വസിക്കുന്ന ഒരനുഭവമാണ് സഭയ്ക്കുള്ളത്. അതുകൊണ്ട് അവർ ചർച്ചീസ്, നമ്മൾ മാർത്തോമാ സഭയെക്കുറിച്ച് അഭിമാനം കൊള്ളേണ്ട ആവശ്യമുണ്ട്. കാരണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ യൂണീക്ക് ചർച്ച് എന്ന് പറയാറുണ്ട്. യൂണീക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതെന്താണ്? അതുല്യമായിട്ടുള്ള സഭയാണ്, അതുല്യമാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, ഒരു സഭയ്ക്കും മറ്റൊരു സഭയ്ക്കും നമുക്ക് കൺവെൻഷൻ ഇല്ലായിരുന്നു. 1985 മാരാമൺ കൺവെൻഷൻ ആരംഭിക്കുന്ന മുമ്പ് തന്നെ ചെറിയ സ്ഥലങ്ങളിൽ കൺവെൻഷൻ മാരാമണ് ചുറ്റുപാടും ആരംഭിച്ചു. അതിനുശേഷമാണ് മാരാമൺ കൺവെൻഷൻ ഉണ്ടാകുന്ന സമയം. ഇത് കണ്ടിട്ടാണ് മറ്റുള്ള സഭകളൊക്കെ പിന്നീടാണ് ഈ കൺവെൻഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇന്ന് നമ്മേക്കാൾ കൂടുതൽ അപ്രകാരമുള്ള പ്രവർത്തനം ചെയ്യുന്ന അനേകം സഭകൾ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നാം നിൽക്കുമ്പോൾ ഈ ഒരു കൃപയോടുകൂടിയാണ് നമ്മൾ നിൽക്കേണ്ടത്. നമ്മുടെ സഭയ്ക്ക് 5 നോമ്പുകളുണ്ട്. ചിലർ നോമ്പില്ലെന്ന് പറയും. നമ്മൾ നോമ്പ് ആചരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പില്ല എന്ന് പറയാനായിട്ട് പാടില്ല. ഇപ്പോൾ 50 നോമ്പിൻ്റെ കാലഘട്ടമാണ്. ആ നോമ്പ് കൃത്യമായിട്ടും പ്രാർത്ഥനയോടും ധ്യാനത്തോടും അനുഗ്രഹത്തോടും ആര് അനുഷ്ഠിക്കുമോ, ആചരിക്കുക എന്ന് ഞാൻ പറഞ്ഞില്ല, അനുഷ്ഠിക്കുമോ എന്ന് പറയുമ്പോൾ അർത്ഥം ജീവിതത്തിൽ അർത്ഥവത്തായിട്ട് അതിനെ കൈകാര്യം ചെയ്യുമോ അവർക്ക് ദൈവം അനുഗ്രഹങ്ങൾ നൽകും. അതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ഭവനങ്ങളിൽ നിന്നും അതിനുള്ള ക്രമീകരണം ഉണ്ടാകണം. എങ്ങനെയും ജീവിച്ച് തോന്നിയതുപോലെ ജീവിച്ച് ആ വഴിക്കും ഈ വഴിക്കും പോയി കിട്ടുന്നതെല്ലാം ഭക്ഷിച്ച് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോയി ജീവിതത്തെ ഇല്ലായ്മ ചെയ്തിട്ട് ദൈവം അനുഗ്രഹിച്ചില്ല എന്ന് പറയരുത്. ജീവിതത്തിൽ വീട്ടിൽ ഒരപ്പനായെങ്കിലും ഒരമ്മ ഒരാളെങ്കിലും നോമ്പെടുക്കുന്നവരുണ്ടായിരിക്കണം. ഞാൻ പറയാണ്, സ്ത്രീകളോട് ഞാൻ പറയാണ്, നിങ്ങൾ ആദ്യം തുടങ്ങണം. പുരുഷന്മാരോട് അപ്പന്മാരോട് പറയുകയാണ്, മക്കളോടല്ല അപ്പന്മാരോട് പറയുകയാണ്. ഒരപ്പൻ നോമ്പെടുത്താൽ ഒരു മകൻ എടുത്തിരിക്കും, ഒരു മകൾ എടുത്തിരിക്കും. ഇത് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് നോമ്പ് കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ പ്രത്യേകത അനുഭവമാണ്. ഇത് ശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടമാണ്. നോമ്പെന്ന് പറയുന്നത് സൗഖ്യത്തിൻ്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ അനുഗ്രഹത്തോടെ നിൽപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. മീനില്ലാതെയും ജീവിക്കാം കേട്ടോ. മിണ്ടത്തില്ല, സ്തോത്രവും പറയത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അല്ലേ? ഇറച്ചിയില്ലാതെയും ജീവിക്കാനായിട്ട് പറ്റും, അല്ലേ? മീനും ഇറച്ചി ഉപേക്ഷിച്ചുകൊണ്ട് ഉപവാസമാകുമെന്ന് ചോദിച്ചാൽ അതൊന്നും ഉപവാസമാകത്തില്ല. നമ്മുടെ മനസ്സും ശരീരവും ആത്മവിശ്വാസം അതിൻ്റെ ബാഹ്യമായ ചില പ്രകടനങ്ങളാണത്. എന്ന് കണ്ടുകൊണ്ട് വെച്ചാൽ മതി. എന്നും പ്രാർത്ഥിക്കണം. നോമ്പിൻ്റെ പ്രാർത്ഥനകൾ ഇപ്പോൾ 50 ദിവസത്തെ 42 ദിവസത്തെ പ്രാർത്ഥന ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലെ ഒരു സദറോയാണ് ഇന്ന് ഞാൻ വായിച്ചത്. വളരെ അർത്ഥവത്തായ സദറോയാണ്ടും ഇന്നത്തെ വേദഭാഗത്തോട് ചേരുന്നത് കൊണ്ടുമാണ് ഞാനത് വായിച്ചത്, ഇന്ന് പ്രാർത്ഥിച്ചത്. നമ്മളെ ഭവനങ്ങളിലൊക്കെ ഈ ഒരു ഒരുക്കം ഉണ്ടാകണം. ദൈവത്തിൻ്റെ കൃപയുണ്ടാകണം. സൗഖ്യം ഉണ്ടാകണമെങ്കിലും ജീവിത സൗഖ്യം ഉണ്ടാകണമെങ്കിലും ശുദ്ധീകരണം ആവശ്യമാണ്. അതുകൊണ്ട് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങൾ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണപ്രകാരം വ്യാപരിക്കട്ടെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന സൗഖ്യം പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ടേ നിൽക്കണം. അത് ഇപ്പോൾ പ്രസംഗം കഴിയുമ്പോൾ കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥന വരും, അന്നേരം ഏറ്റുപറയുന്നത് മാത്രമല്ല, തുടർച്ചയായിട്ട് കർത്താവിനോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ടേ നിൽക്കണം. നമ്മുടെ ഹൃദയങ്ങളെ താഴ്മയോടെ സമർപ്പിക്കുമ്പോഴാണ് നമുക്കൊരു ചൊല്ലറിയാമല്ലോ. എന്താ ചൊല്ല്? താഴുന്ന നിലത്തെ മിണ്ടത്തില്ല, അതും അറിയത്തില്ല. വേദത്തിൻ്റെ ഒരു വാക്യം ചോദിച്ചാൽ അതും കൂടെ ബുദ്ധിമുട്ടും, അല്ലേ? താഴ്ന്ന നിലത്തെ നീരോടും എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആ ഒരു ദൈവികമായ ഈ നോമ്പ് കാലം
നമ്മെ അത് വളരെ ഓർപ്പിക്കുകയാണ്. പറ്റിയാൽ ഓർപ്പിക്കട്ടെ. ഇന്നത്തെ വചനത്തിനായിട്ട് ആധാരമെടുത്ത ഭാഗം ഏവൻഗേലിയോനിൽ വായിച്ച ഭാഗമാണ്. ആ ഭാഗത്ത് സുറഭൊയിനക്കിയ ജാതിയിലുള്ളതായ ആ പ്രദേശത്തുള്ളതായ ഒരു സ്ത്രീ കർത്താവിനോട് വന്ന് അപേക്ഷിക്കുകയാണ്. അവളുടെ മകൾക്ക് ഭൂതത്തിൻ്റെ ഉപദ്രവമുണ്ട്, അത് മാറ്റിക്കൊടുക്കണമെന്ന്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 വാക്യങ്ങളാണ് ആ വാക്യങ്ങൾ. ഇതിന് തത്തുല്യമായൊരു ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. ഈ സംഭവം കുറച്ചുകൂടെ ഡിസ്ക്രിപ്റ്റീവായിട്ട്, കുറച്ച് വിശദീകരണമായിട്ട് അവിടെ കൊടുത്തിരിക്കുകയാണ്. ആ വിശദീകരണം വായിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗം നമുക്ക് വായിക്കാം. രണ്ടും ഒരേ സംഭവമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21. ഇന്ന് നാം വായിച്ച ഏവൻഗേലിയോൻ മർക്കോസിൻ്റെ സുവിശേഷം 7-ന്റെ 24 മുതലാണെങ്കിൽ അതേ സംഭവം തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഭാഗമാണ്. അത് കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്. ആ ഭാഗം കൂടെ ആസ്പദമാക്കിയാണ് എൻ്റെ വചനം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. ആരെങ്കിലും ഒരാളൊന്ന് വായിക്കാൻ നോക്കും. അത് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നോമ്പ് നാളുകളിൽ പരിശുദ്ധ കുർബാനയോട് ചേർന്നും വചനത്തിൻ്റെ കൂദാശയോടും ചേർന്ന് നിൽപ്പാൻ ആരാധനാ സമൂഹമായ ഞങ്ങളെ ഇടയാക്കുന്ന ദൈവം നീ ആകയാൽ സ്തോത്രം. ഈ ദേവാലയത്തിനുള്ളിലിരിക്കുന്ന ഓരോ വ്യക്തികളോടും അവിടുന്ന് കരുണയോടെ ഇടപെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്ഥാനത്തിൽ ആര് താഴ്മയോടെ ഇരിക്കുമോ അവരെ കരം തൊട്ട് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നീയാൽ സ്തോത്രം. അത് കാൽവരി രക്തത്താലും കാൽവരി ശരീരത്താലും നീ അനുഗ്രഹിക്കും. വചനത്തിൻ്റെ കൃപയാൽ നീ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നീ അനുഗ്രഹിക്കും. അത് വിശ്വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനഭാഗം ഞങ്ങൾക്ക് വിഭാഗിച്ചു തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളിൽ വ്യാപരിച്ച് ഇന്നത്തെ ആരാധന സമ്പുഷ്ടമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു മശിഹ മൂലം പ്രാർത്ഥനകൾ കേൾക്കുമാറാകണമേ. കർത്താവായ യേശു ക്രിസ്തു സോർ സീദോൻ പ്രദേശങ്ങളിലേക്ക് പോകുകയാണ്. ഈ അധ്യായത്തിൻ്റെ മുഴുവൻ ഭാഗം നമ്മൾ വായിച്ച് നോക്കുമ്പോഴും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഈ ഭാഗവും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഈ ഭാഗവും നമ്മൾ പ്രത്യേകിച്ച് വായിക്കുമ്പോൾ അവിടെ കർത്താവ് വളരെ പരിക്ഷീണനായിപ്പോയി. അനേകം പ്രവർത്തനങ്ങൾ ചെയ്ത് ചില ദിവസങ്ങൾ കർത്താവിന് അങ്ങനെയാണ്, വളരെ കൂടുതൽ പ്രവർത്തനം ചെയ്യുമ്പോൾ ക്ഷീണമുണ്ടാകുന്ന രീതി. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പരിക്ഷീണനായപ്പോൾ അദ്ദേഹം ഒരു ഭവനത്തിൽ കയറി ആരും അറിയണ്ട എന്ന് വെച്ച് അവിടെ ഇരുന്നു. എന്നാൽ എല്ലാവരും അതറിഞ്ഞു. ആരും അറിയണ്ട എന്നൊരു ഭവനത്തിലേക്ക് കയറി വിശ്രമിപ്പാൻ കയറിയപ്പോൾ എല്ലാവരും അറിഞ്ഞു. സുറഭൊയിനയ്ക്ക സ്ഥലത്തുള്ളതായ അല്ലെങ്കിൽ ജാതിയിലുള്ളതായ ഒരു സ്ത്രീ യേശുവിനെ കാണുവാൻ ആ ഭവനത്തിലേക്ക് ഓടി വന്നു. സുറഭൊയിനിക്ക എന്ന് പറയുന്നത് സീറോ ഫൊയ്നീഷ്യൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കാര്യം. ഫൊയ്നീഷ്യ എന്ന് പറയുന്നത് ഗ്രീക്ക് പ്രദേശമാണ്. യഹൂദന്മാർ അല്ലാത്തവർ താമസിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ റീജിയനാണ് ഫൊയ്നീഷ്യ എന്ന് പറയുന്ന റീജിയൻ. സുറഫൊയിനിക്ക എന്ന് പറയുന്നത് സിറിയക്കാരും ഗ്രീക്കുകാരും യവനന്മാരും ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലമാണ് സീറോ ഫൊയ്നീഷ്യ എന്ന് പറയുന്നത്. അവിടെയുള്ള ആളുകൾക്ക്
ഈ യഹൂദന്മാർ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് മിക്കവാറും എല്ലാവർക്കും അറിയാം. പലരും ആ ഗ്രീക്ക് യവന ദേവന്മാരെ വിട്ട് മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും യഹൂദന്മാർ വിശ്വസിക്കുന്ന ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അവരെ പ്രോസിലൈറ്റ്സ് എന്ന് പറയും, മാർഗം കൂടിയ ആളുകൾ എന്ന് പറയും. അപ്പോൾ അവർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ത്രീയെക്കുറിച്ച് വിശുദ്ധ മത്തായി പറയുന്നത് കനാന്യ സ്ത്രീ എന്നാണ്. വിശുദ്ധ മർക്കോസ് പറയുന്നത് സുറഫയിനിക്ക സ്ത്രീ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു സങ്കര വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ. എന്നാൽ യേശുക്രിസ്തു ആരാണെന്ന് അല്പം മനസ്സിലാക്കാൻ സാധിച്ച ഒരു സ്ത്രീയും കൂടിയാണ്. യഹൂദന്മാരുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ത്രീ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത്. ഈ യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ, ഈ നോമ്പിൻ്റെ 4-ാം ആഴ്ചയിൽ നാം ഇത് ചിന്തിക്കുമ്പോൾ, 1-ാം ആഴ്ച തൊട്ട് നോമ്പ് തീരുന്നത് വരെയുള്ളതായ സമയങ്ങളിൽ സൗഖ്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ക്രിസ്തുവിലൂടെ ലഭിക്കുന്നതായ സൗഖ്യം, നോമ്പ് സൗഖ്യത്തിൻ്റെ അനുഭവമാണ് എന്നാണ് പൊതുവെ വയ്ക്കുന്നത്. അത് രോഗസൗഖ്യം മാത്രമല്ല, പാപസൗഖ്യമുണ്ട്, ജീവിത സൗഖ്യമുണ്ട്. കർത്താവ് അതുകൊണ്ട് രോഗസൗഖ്യവും ജീവിത സൗഖ്യവും പാപത്തിൻ്റെ സൗഖ്യവും ലഭിച്ച് ശുദ്ധീകരണം പ്രാപിക്കുന്ന ദിനങ്ങളാണ് നോമ്പിൻ്റെ ദിനങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ഈ നോമ്പ് ദിനത്തിൽ നമ്മളിത് ധ്യാനിക്കുകയാണ്. ഓരോ ആഴ്ചയും ഓരോ സൗഖ്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്താണ് ചോദിച്ചാൽ, ഒരു അപേക്ഷ എന്താണ്? യേശുവേ, അല്ലെങ്കിൽ കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ സംക്ഷിപ്തമായ രീതിയിൽ ഈ സ്ത്രീ തൻ്റെ വിഷയം ദൈവത്തോട് അറിയിക്കുകയാണ്. വളരെ കാച്ചിക്കുറുക്കിയ രീതിയിലാണ് പറയുന്നത്. അവളുടെ ആവശ്യവും അവളുടെ ഭക്തിയും പ്രാർത്ഥനയും അവളുടെ വിശ്വാസവും ഒക്കെ ഈ ഒരു അപേക്ഷയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നോർക്കണം. ഈ നോമ്പ് കാലത്തുള്ളതായ ഇപ്രകാരമുള്ള സൗഖ്യത്തിൻ്റെ ഈ ധ്യാനങ്ങൾ നമ്മെ സഹായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ആരാണെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹൂ ഈസ് ഗോഡ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗം എന്ന് പ്രത്യേകമാണെന്ന് ഓർക്കണം. ദൈവം ആരാണ്? ഇന്ന് നമ്മൾ സിദ്രോ പ്രാർത്ഥനയിൽ വായിച്ചപ്പോഴും അവിടെ ആ സൗഖ്യത്തിൻ്റെ ഒരു നീണ്ട നിര അവിടെ പറഞ്ഞിട്ടുണ്ട്. ആരാണ് നമ്മളുടെ ദൈവം? ആരാണ് നമ്മുടെ ക്രിസ്തുനാഥൻ? മിശിഹ ആരാണ് എന്ന് പഠിപ്പിക്കുകയാണ്. വിശ്വാസജനം ഇതിനെ ഉൾക്കൊള്ളുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങൾ എന്ന് പ്രത്യേകം ഓർക്കണം. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന വിശ്വാസം, പൗരസ്ത്യസഭ വളരെ ഉറപ്പിച്ച് പറയുന്ന വിശ്വാസം, ഒന്ന്, ഗോഡ് ഈസ് ക്രിയേറ്റർ. ദൈവമാരാണ്? സൃഷ്ടികർത്താവാണ് ദൈവം. നമ്മെ നടത്തുന്നവനും പരിപാലിക്കുന്നവനും നമ്മെ സൃഷ്ടിച്ചവനും ആണ് ദൈവം. നമ്മുടെ 10 കൽപ്പനകൾ എപ്പോഴും നിങ്ങൾ ഈ പരസ്യാദനക്രമം എടുത്താൽ അതിനകത്ത് ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതാ നമ്മുടെ കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥനയെല്ലാം കഴിയുമ്പോൾ പിന്നെ ഒരു ഭാഗം ഇവിടുത്തെ പറയുന്നതെന്ന് ചോദിച്ചാൽ അത് 10 കൽപ്പനകളാണ്. നമ്മളിതൊന്നും വായിക്കാറില്ല, പുസ്തകം തന്നെ കൊണ്ടുവരത്തില്ല, വേദോത്സവം കൊണ്ടുവരാതെ പള്ളി വരും, എന്നിട്ട് സത്യക്രിസ്ത്യാനി എന്ന് പറയും. ചിലരെന്നെ തുറിച്ച് നോക്കും നമ്മൾ, അല്ലേ? ഇതൊന്നും നമ്മൾ നോക്കത്തില്ല. ഒരാധാരണ പുസ്തകം നമ്മൾ കൊണ്ടുവരത്തില്ല. കാണാൻ അറിയാവുന്ന തന്നെ ഒന്ന് ചൊല്ലി നോക്കണം, കാരണം നമുക്കറിയാം, അല്ലേ? കൂട്ടത്തിൽ പാടാനും ബാക്കി പറയത്തില്ല, വെള്ളത്തിൽ പൂട്ടാനും നമുക്കറിയാം, അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞെന്ന് ചോദിച്ചു. അതുകൊണ്ട് നമ്മളെ ദൈവം സൃഷ്ടികർത്താവാണ്. ഗോഡ് ഈസ് ക്രിയേറ്റർ. നമ്മളെ ജീവിതത്തെ നൽകിയവന് ദൈവമാണ്. അവിടെ പറയുന്നുണ്ട്, ഒന്നാമത്തെ കൽപ്പന എന്താ പറയുന്നത്? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാക്കരുത്, ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്.
നമ്മളിത് ഏറ്റു പറയാറുണ്ട്, ഞാനല്ലാതെ അന്യദൈവം ഉണ്ടാകരുത്. നമ്മളും പറയും, നമ്മളങ്ങനെ വിശ്വസിക്കുക. എന്താ, ഞാൻ ആരാണ്? ചിലരുടെ വീട്ടിൽ പറയുന്നത് കേട്ടില്ലയോ? ചില ഭർത്താക്കന്മാർ വീട്ടിൽ പറയുന്നത് കേട്ടില്ലയോ? ഞാനാ കിടന്ന് അധ്വാനിച്ചതെല്ലാം ഉണ്ടാക്കിയത് ഞാൻ. ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയരുന്നതായ പാപത്തിൻ്റെതായ ചിന്തകൾ ചില അമ്മമാർ പറയത്തില്ലോ, ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടതുകൊണ്ടായി വീട് ശരിയായത്. ലോകപരമായിട്ട് ചിന്തിക്കുമ്പോൾ ശരിയായിരിക്കാം, എന്നാൽ ഓർക്കണം, നിന്നെ സൃഷ്ടിച്ചവനും പരിപാലിച്ചവനും നിനക്ക് ആരോഗ്യം നൽകിയവനും നടത്തിയവനുമായൊരു ദൈവമുണ്ട്. ഗോഡ് ഈസ് ക്രിയേറ്റർ. ദൈവം സൃഷ്ടികർത്താവാണ്. ഈ നോമ്പ് കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യമാണ്. ഗോഡ് ഈസ് പ്രിസർവർ. നമ്മെ പരിരക്ഷിക്കുകയും നടത്തുകയും ചെയ്യുന്ന ആരാണ്? ഓരോ ദിവസവും നടത്തുന്നവൻ ദൈവമാണ്. ഞാൻ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ രണ്ടുപേരുടെ പ്രാർത്ഥിക്കുന്നത്, ഓരോ ദിവസവും നടത്തുന്ന ദൈവമേ നിനക്ക് സ്തോത്രം. ഓരോ ദിവസവും തരുന്ന ആഹാരത്തിനായിട്ട് സ്തോത്രം. അതുകൊണ്ട് ഈ സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലെന്ന് പറയുന്നത്. ഓരോ ദിവസവും ആഹാരം നൽകുന്ന ആരാണ്? ദൈവം നൽകുന്നു. നമുക്ക് അറിയാം, ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടല്ലോ, അത് ദൈവമാണോ? അത് അല്ലല്ലോ. ആണോ? ഫ്രിഡ്ജിൽ വെക്കുന്ന ആഹാരം നിനക്ക് കഴിക്കണമെന്ന് തോന്നിക്കുന്ന വിശപ്പ് നൽകുന്നവൻ ദൈവമാണോ? പ്രൈസ് ദി ലോർഡ്. ഈ ഇടയ്ക്ക് ഒരാളെ കണ്ടിയാൽ, അച്ഛാ മേശ നിറഞ്ഞ ആഹാരമിരിക്കും, കഴിക്കാൻ തോന്നത്തില്ല. ആ മനുഷ്യൻ പറയും, ഇപ്പോഴാണ് മനസ്സായത്, ദൈവമാണ്. ഞാൻ എത്ര ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, എത്ര കുന്നുകൂട്ടി വെച്ചിട്ടും കാര്യമില്ല, അനുഭവിക്കാൻ ദൈവം കൃപ തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിസ്സാരമെന്ന് ആരും കാണണ്ട കേട്ടോ, നിസ്സാരമെന്ന് കാണണ്ട. അതുകൊണ്ട് ദൈവം ആരാണെന്ന് മനസ്സിലാക്കുന്ന കാലഘട്ടമാണ്. ഗോഡ് ഈസ് ക്രിയേറ്റർ, പ്രിസർവർ, ഹി ഈസ് സേവിയർ. അവൻ രക്ഷകനാണ്. അത് യേശുക്രിസ്തുവിലൂടെയാണ് വെളിപ്പെട്ടത്. ദൈവം രക്ഷകനാണെന്ന് യേശുക്രിസ്തുവിലൂടെയാണ്. ഇന്നത്തെ വിഷയം അതാണ്. സകലത്തിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവം എന്നാണ് ഇന്നത്തെ വിഷയം. അതുകൊണ്ട് അവൻ രക്ഷകനാണ്. പഴയ നിയമത്തിലെ അതേ ചിന്തയാണത്, വിശ്വാസ പ്രമാണമാണത്. അത് ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അത് വെളിപ്പെട്ടത് റെവലേഷനാണ്. വെളിപ്പെട്ടതിൻ്റെ വ്യത്യാസമാണ് ഉള്ളത്, ഓർക്കണം. അതുകൊണ്ടാണ് പഴയ നിയമവും നമ്മൾ കാര്യമായി കാണുന്നതും പുതിയ നിയമത്തിൽ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതും. ദൈവം നമ്മുടെ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ജീവിത പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നവൻ, വിമോചിക്കുന്നവൻ ആരാണ്? ദൈവമാണ്. എന്നോട് ചേർന്ന് പറയാമോ? പാപത്തിൽ നിന്നും മിണ്ടത്തില്ല, വാതുറക്കത്തില്ല. പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കുന്നവൻ എൻ്റെ യേശുവാണ്. ഈ വിശ്വാസം ഉള്ളിലിങ്ങനെ നിൽക്കണം, ഓരോ സിരകളിലും നിറഞ്ഞു നിൽക്കണം. ദൈവം ആരാണെന്ന് നീ മനസ്സിലാക്കുമ്പോൾ അത് നിന്റെ ഹൃദയത്തിലും ശരീരത്തിലും ആത്മാവിലും രക്തത്തിലും കലരണം. പുറമേയുള്ള വിശ്വാസമല്ല, അകമേയുള്ള വിശ്വാസം. ദൈവം പരിശുദ്ധ കുർബാന അതിനാ സഹായിക്കേണ്ടത്. അവൻ ജീവൻ വെടിഞ്ഞതാണ്. നമ്മൾ ജീവൻ വെടിഞ്ഞ് നമ്മളെ വീണ്ടെടുത്ത് സ്വർഗത്തിലേക്ക് കരേറി വീണ്ടും വരുന്ന അനുഭവമാണ് നമ്മൾ ആഘോഷിക്കപ്പെടുന്നത്. അത് നിൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അടിച്ചു കയറണം, ഇഴുകിച്ചേരണം. ഇല്ലെങ്കിൽ നീ വിശ്വാസിയല്ല. അതുകൊണ്ട് ഗോഡ് ഈസ് സേവിയർ. ദൈവം വിടുവിക്കുന്നവനാണ്, രക്ഷിക്കുന്നവൻ രക്ഷകനാണ്. ഈ നോമ്പ് കാലത്തിൽ ഇതെല്ലാം ധ്യാനിക്കുമ്പോൾ അതിനോട് കൂടെ ചേർന്ന് ശക്തമായി ധ്യാനിക്കുന്ന അടുത്ത വിഷയമാണ് ഗോഡ് ഈസ് ഹീലർ. ഹീലർ എന്ന് പറഞ്ഞാൽ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ നിയമം അതിന് പറയുന്നു സകല രോഗങ്ങളെയും സകല ഭാരങ്ങളെയും സൗഖ്യമാക്കുന്നവനാണ് നിൻ്റെ ദൈവം. ദൈവമാണ് നിന്നെ സൗഖ്യമാക്കുന്നത്.
വിശ്വാസമുള്ള ഒരു ഡോക്ടർ എഴുതിയ ഒരു ആപ്തവാക്യമാണ്. എന്താ? എ ഡോക്ടർ ക്യാൻ ട്രീറ്റ്, ബട്ട് ഗോഡ് ക്യാൻ ഓൺലി ഹീൽ. സാധാരണ മനുഷ്യരല്ല, വിശ്വാസിയായ ഒരു ഡോക്ടർ എഴുതിയ ഒരു അനക്ഡോട്ടാണ്. എന്താ പറയുന്നത്? എ ഡോക്ടർ ക്യാൻ ട്രീറ്റ്. ദൈവം തന്ന ബുദ്ധി കൊണ്ട് ഒരു ഡോക്ടർക്ക് ചികിത്സകൾ ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ സൗഖ്യം നൽകുവാൻ ഡോക്ടർക്ക് സാധിക്കുകയില്ല. സൗഖ്യം നൽകുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരുപാട് കുഴപ്പങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? ഏതെങ്കിലും രോഗം വരുമ്പോൾ സൗഖ്യമായി നമ്മൾ ചെന്നാൽ എങ്ങനെ സൗഖ്യമായി ചോദിച്ചാൽ, ഇന്നടുത്ത് പോയാൽ, ഇന്ന ഡോക്ടറെ അടുത്ത് പോയച്ചാൽ മതി, എല്ലാം ശരിയാവുമെന്നോ പറയും. നിന്നെ ഉണ്ടാക്കിയവനും നിന്നെ നിർമ്മിച്ചവനും നിന്റെ രോഗത്തെ സൗഖ്യമാക്കിയവനും ദൈവത്തെ മറന്നു കളയും. ദൈവത്തിന് പകരം ഡോക്ടറെ കൊണ്ട് അവർ സൃഷ്ടിക്കും. എനിക്കൊരു സാരമേറിയ അസുഖം, പ്രയാസം ഉണ്ടായപ്പോൾ മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ ഒരു ഹിന്ദു ഡോക്ടർ വേണുഗോപാൽ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ഫാദറിൻ്റെ മുഖം നോക്കിയിട്ട് ചികിത്സ ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. ഫാദറിൻ്റെ ഈ കിഡ്നിയും അസുഖങ്ങളും പ്രയാസങ്ങളും എനിക്ക് ദൈവം ഇച്ചിരിയുടെ ബുദ്ധി തന്നായിരുന്നെങ്കിൽ ഒരു പുതിയ കിഡ്നി ഉണ്ടാക്കി ഞാനവിടെ ഫിറ്റ്. എനിക്കെല്ലാം അറിയാം, പക്ഷേ ഒരു വാക്ക് കൊണ്ട് സൗഖ്യമാക്കാൻ എനിക്കറിയത്തില്ല. ആരാ പറഞ്ഞെന്നറിയാമോ? ക്രിസ്ത്യാനി ഡോക്ടറല്ല, അവന്മാർ ചിലപ്പം പറയത്തുമില്ല. ഒരു ഹിന്ദു ഡോക്ടറാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ്റെ മുഖം കണ്ടിട്ട് ഒരു ചികിത്സ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അച്ഛൻ പ്രാർത്ഥിക്കും, 3 ദിവസം പ്രാർത്ഥിക്കും, ഗോ ആൻഡ് പ്രേ. തിരിച്ചു വരുമ്പോൾ ഈ അസുഖം പിന്നെ നിലനിൽക്കുകയാണെങ്കിൽ ഞാൻ ചികിത്സിക്കാം. എന്നെ തിരിച്ചു വിട്ടു. 3 ദിവസം പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ. ഞാൻ മാത്രമല്ല, അന്ന് ഞാനിരുന്ന കന്നഡ ഇടവകയിലാണ്. കന്നഡക്കാർ കൂട്ടം കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. എഴുന്നേറ്റെന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ആരാധന എടുക്കാൻ നിവൃത്തിയില്ല. സാധാരണ ആരാധന എടുത്തിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവർ പ്രാർത്ഥന നിർത്തത്തില്ല, എഴുന്നേറ്റ് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഈ പാതിരിക്ക് സൗഖ്യം കൊടുക്കണം, സൗഖ്യം കൊടുക്കാതിരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഞങ്ങൾ ഈ പള്ളി വിട്ട് പോകത്തില്ല. ഒരു 3 മണിക്കൂർ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. നമുക്കിവിടെ 5 മിനിറ്റ് ആരാധന കൂടിപ്പോയി ഇവിടെ മുറുമുറുക്ക് വരുന്നത്. നീ മുറുമുറുത്തോ, കുഴപ്പമൊന്നുമില്ല. ആ പാവപ്പെട്ട വിശ്വാസത്തിൽ 3 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ആരാധന കഴിഞ്ഞിട്ട്. ആ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ ഞാനും ദൈവത്തോട് പറഞ്ഞു, ഈ ജനങ്ങളുടെ വിശ്വാസത്തിന് മുമ്പിൽ ഞാൻ വന്ന് നിൽക്കണമെങ്കിൽ, അടുത്ത ആഴ്ച നിൽക്കണമെങ്കിൽ നീ എന്നെ സൗഖ്യമാക്കിയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്കിവിടെ ഒന്നും ഒരു കാര്യം പറയാനൊക്കത്തില്ല. നീ വിശ്വസ്തനാണെന്നും രക്ഷിക്കുന്നവനാണ്, സൗഖ്യമെന്ന് പറയാനൊക്കത്തില്ല. എനിക്ക് വേദന ഇരുന്നാലും സൗഖ്യമാക്കില്ലേലും എനിക്ക് ശക്തി നൽകിയാൽ മതിയെന്ന് അതുവരെ എൻ്റെ പ്രാർത്ഥന. ദൈവമേ, എനിക്ക് രോഗം മാറണം നിർബന്ധമില്ല, പക്ഷേ എനിക്ക് ആരോഗ്യം തന്നാൽ മതി എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഞാനും തിരിച്ച് പ്രാർത്ഥിക്കാൻ, കർത്താവേ, ഈ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ഒരു സാക്ഷിയായി നിൽക്കാൻ എനിക്കും ഈ രോഗം മാറിക്കിട്ടണം. ആ ദിവസം ദൈവം അത് മാറ്റി. ഓൺ ദ വെരി സെയിം ഡേ ഹി ഹീൽഡ് മീ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഡോക്ടറെ അടുത്ത് തിരിച്ചു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ എന്താ പറഞ്ഞത്? ആ ഡോക്ടർ എന്നോട് പറയുകയാണ്, വേണുഗോപാൽ എന്നോട് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, യുവർ ജീസസ് ഈസ് സോ പവർഫുൾ. പ്രൈസ് ദി ലോർഡ്. യുവർ ജീസസ് ഈസ് സോ പവർഫുൾ. എൻ്റെ അച്ചോ, ഞാൻ വലിയ വലിയ ഓപ്പറേഷൻ ചെയ്യും, യേശുവിനോടൊന്ന് പ്രാർത്ഥിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. ഒരു മനുഷ്യൻ്റെ ദേഹത്ത് കത്തി വയ്ക്കുമ്പോൾ ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കും. കാരണം എൻ്റെ ജീവിതത്തിൽ ദുർഘടങ്ങൾ വന്നപ്പോൾ, പ്രത്യേക സമയങ്ങൾ വന്നപ്പോൾ, ആരും അറിയാതെ യേശുവിനോട് നിലവിളിച്ചപ്പോൾ എനിക്ക് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ച അനുഭവം എനിക്കുണ്ടച്ചു. ഞാൻ ആ ഡോക്ടറെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. പരമ്പരാഗതമായി വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് ഞാനും നീയും എന്ത് വിശ്വാസം നമുക്കുള്ളത്? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ നോമ്പ് നാളുകളുമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജീസസ് ഈസ് ഹീലർ. യേശു സൗഖ്യമാക്കുന്നവനാണ്. ഏത് രോഗങ്ങളെയും മാറ്റിത്തരും, ഏത് സങ്കടങ്ങളെയും മാറ്റും,
ഏത് ഭാരങ്ങളെയും മാറ്റും. ഏത് ജീവിത പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ ശക്തി നൽകും. എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിന് എല്ലാ രീതിയിലും സൗഖ്യം നൽകുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലേ, ഈ ഒരു അനുഭവത്തിലാണ് നൽകുന്നത്. ഇന്ന് കേരളം മുഴുവൻ വിലങ്ങറിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. വിറങ്ങലിച്ച് നിൽക്കുകയാണ്. എന്താ? ഒരു ചെറുപ്പക്കാരൻ്റെ മേൽ കാണിച്ച ആക്രോശം, സാത്താൻ്റെ ഒരു കൂട്ടം. ഞാൻ അങ്ങനെയാണ് പറയുന്നത്, സാത്താൻ്റെ ഒരു കൂട്ടം. കഴിഞ്ഞ ദിവസങ്ങൾ രാത്രിയിൽ എനിക്ക് ഉറക്കം, എൻ്റെ ഭാര്യ ഇടയ്ക്ക് എന്താ ഉറക്കം വരാതെ? ഞാൻ നീ എന്താ ഉറങ്ങാത്തെ? എനിക്ക് ഉറക്കം വരുന്നില്ല. 3 ദിവസം ആഹാരം കൊടുക്കാതെ ഇട്ട് തല്ലി അടിച്ചു വന്ന് എന്ന് ഞാനങ്ങ് പറയുകയാണ്. ആരും ആയിക്കോട്ടെ, പാർട്ടിയൊന്നും അവിടെ പ്രശ്നമല്ല. മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കൂടെ നിൽക്കുന്ന അധ്യാപകർ, അതിനുവേണ്ട കൈത്താങ്ങൾ കൊടുക്കുന്ന പാർട്ടി നേതാക്കന്മാർ, എന്തോ ഒരു പ്രയാസങ്ങളാണ് ജീവിതത്തിൻ്റെ ഒരിക്കലും സംഭവിക്കാൻ. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ദീർഘനാൾ പ്രവർത്തിച്ച ആളാണ്. എത്രയോ സ്കൂളുകളിൽ ഞാൻ പ്രിൻസിപ്പലായിരുന്നിട്ടുണ്ട്. ഒരിടത്തും നടക്കാത്ത ഒരു സംഭവമാണ് കേരളത്തിൽ നടക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഒരിടത്തും നടക്കാത്ത സംഭവമാണ്. അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവത്തിൻ്റെ കൃപ മിക്കവാറും എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഒരു അവാർഡ് ലഭിക്കാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. കാരണം അവിടുത്തെ ലോക്കൽ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതുകൊണ്ടാണ്, അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾക്ക് ഇടപെടുന്നതുകൊണ്ടാണ് അങ്ങനെ അവാർഡുകൾ നൽകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ മാത്രമേ ഇത് സംഭവിക്കുക. അത് ക്രിസ്ത്യാനി ചെറുക്കന്മാരതിനകത്തുള്ളത് എന്ത് ദുഃഖകരമായ സംഗതിയാണ്. ആ മാതാപിതാക്കളുടെ പ്രാർത്ഥന കുറവാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിത് ഇടയ്ക്കൊന്ന് പറഞ്ഞതന്നേ ഉള്ളൂ. ചിന്തിക്കണം, ഈ കുർബാനയ്ക്ക് വയ്ക്കുമ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമേ എന്നുള്ള പ്രാർത്ഥിക്കണം. ലോകത്തിന് വേണ്ടി കൊണ്ട് പ്രാർത്ഥിക്കണം. അതിൻ്റെ സൗഖ്യം ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള അക്രമവാസനകളിൽ നിന്നുള്ള സൗഖ്യം നമ്മുടെ നാടിനുണ്ടാകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ യേശുക്രിസ്തു സകലത്തിലും സൗഖ്യമാക്കുന്നവനാണ്, വിശ്വാസമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. ഈ കാൽവറി ശരീരം, കാൽവറി രക്തം ഭക്ഷിക്കുന്ന, വിശ്വാസത്തോടെ ഭക്ഷിക്കുന്ന, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കുമ്പസാരത്തിൻ്റെ അനുഭവത്തിൽ താഴ്മയോടുകൂടി സ്വീകരിക്കുന്ന ഏതു മനുഷ്യജീവിയെയും ഏതു വ്യക്തിയെയും സൗഖ്യമാക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഓർക്കണം, ഈ സ്ത്രീ പ്രാർത്ഥിച്ചു, യേശുവേ ദാവീദ് പുത്ര, ഞങ്ങളോട് എന്നോട് കരുണ തോന്നണമേ പ്രാർത്ഥിക്കുകയാണ്. രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മനുഷ്യമുഖമാണ് യേശുക്രിസ്തു. ഓർക്കണം, ഈ സ്ത്രീ അതാണ് പറയുന്നത്. പറയാതെ പറയുന്ന ഒരു കാര്യം അതാണ്. നമ്മുടെ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനിയും തന്നെ ഗൈഡ് ചെയ്തതായ ഒരു തിയോളജിയൻ്റെ അനുഭവത്തിൽ ഇത് പറയാറുണ്ട്. ഇപ്രകാരം പറയും, ബംഗാളി ഒരു തിയോളജിയൻ അദ്ദേഹത്തിൻ്റെ കാര്യം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. ഇത് പറയുന്നത്, രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മനുഷ്യമുഖമാണ് ആര്? യേശുക്രിസ്തു. അതുകൊണ്ടാണ് ഈ സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ എന്ന് പറയുന്നത്, യേശുവേ ദാവീദ് പുത്ര, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് പറയുകയാണ്. ദിസ് ഈസ് എ സപ്ലിക്കേഷൻ. ഇതൊരു ഇംഗ്ലീഷിൽ പറയും സപ്ലിക്കേഷനാണ്. ഇത് യാചനയാണ്. പ്രാർത്ഥന പലതരത്തിലുണ്ട്. പ്രെയർ എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിംഗ് ആണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. ദൈവത്തെ സ്തുതിക്കുന്നതും നന്ദി പറയുകയും ചെയ്യുന്നതാണ് പ്രാർത്ഥന. നമ്മൾ ഏത് പ്രാർത്ഥനയിലും ഹൃദയം കൊണ്ട് ഇത് ചെയ്തിരിക്കണം. യേശുവെ നടത്തിയ വഴികൾക്കായിട്ട് സ്തോത്രം, കാണിച്ചു തന്ന മാർഗങ്ങൾക്കായിട്ട് സ്തോത്രം, അറിയിച്ചു തന്ന വിഷയങ്ങൾക്കായിട്ട് സ്തോത്രം, എല്ലാത്തിനും നന്ദി, എല്ലാത്തിനും സ്തോത്രം എന്ന് പറയാതെ ഒരു പ്രാർത്ഥനയും തുടങ്ങാൻ പാടില്ല. ഏത് സമയത്തിനും ഈ സ്തോത്രം പറയണം, ദൈവത്തിന് സ്തുതി പറയാതെ. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനാക്രമത്തിൽ തൃത്വസ്തുതി വെച്ചിരിക്കുന്നത്, അല്ലേ? ഏത് ആരാധന ആരംഭിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും സ്തുതി പറയണം, നന്ദി പറയണം. അതാണ് പ്രാർത്ഥന.
അതിൻ്റെ കൂടെ യാചനകൾ ചേർക്കാം, സപ്ലിക്കേഷൻസ് ചേർക്കാം. അത് യാചനയാണ്. ഈ സ്ത്രീ ചെയ്തത് യാചനയാണ്, സപ്ലിക്കേഷനാണ് ചെയ്തത്. എന്താ യാചന എന്ന് ചോദിച്ചാൽ, എൻ്റെ മകൾക്ക് എന്നോട് കരുണ തോന്നണം, എൻ്റെ മകളോടും കരുണ തോന്നണം, പ്രാർത്ഥിക്കുകയാണ്. പ്രേയർ വിത്ത് എ റിക്വസ്റ്റ് ഈസ് സപ്ലിക്കേഷൻ. പ്രാർത്ഥനയോട് ചേർന്നുള്ള യാചനകളാണ് നമ്മുടെ അപേക്ഷകൾ എന്ന് പറയുന്നത്. നമ്മുടെ ആരാധനയിൽ അപേക്ഷകളുണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് ചെയ്യണം. പിന്നുള്ളത് വർഷിപ്പാണ്, ആരാധനയാണ്. ആരാധനയില്ലാത്ത പ്രാർത്ഥനകൾ നിലനിൽക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഈ ആരാധനയിൽ തന്നെ സാധാരണ ആരെങ്കിലും എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കും? നമ്മൾ എക്സ്റ്റംപോർ പ്രയർ എന്ന് പറയും. ആരാധന കൂദാശകളുടെ ക്രമങ്ങൾ, ലിറ്റർജി അല്ലാതെയുള്ള എക്സ്റ്റംപോർ പ്രാർത്ഥന എത്ര എണ്ണമുണ്ട്? എത്ര എണ്ണമുണ്ട്? മിണ്ടത്തില്ല അല്ലേ? ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ ചെയ്യുക അല്ലേ? എത്ര എക്സ്റ്റംപോർ പ്രയറുണ്ട്? ലിറ്റർജി ഇല്ലാതെ ദൈവം തരുന്നത് അന്നേരം പ്രാർത്ഥിക്കുന്നത് എത്ര പ്രാവശ്യം ചെയ്യും? എൻ്റെ ദൈവമേ, നിങ്ങൾ ഈ ആരാധനയൊന്നും വരാത്തവരാന്നോ? എത്ര പ്രാവശ്യമുണ്ട്? ചിലരുടെ ഒരു ധാരണയാണ് നമുക്ക് ഈ കുർബാനകളും ചൊല്ലുകൾ മാത്രമേ ഉള്ളെന്ന്, പ്രാർത്ഥന ഇല്ലെന്ന്. ഇത്രത്തോളം എക്സ്റ്റംപോർ പ്രയർ ചെയ്യുന്ന ഒരാരാധന വേറെ ഉണ്ടോ എന്ന് സംശയമാണ് അല്ലേ? അച്ഛനിവിടെ തുടങ്ങിയതിന് മുമ്പേ ഒന്ന് പ്രാർത്ഥിക്കും. ഏതാ ആരാധന തുടങ്ങുമ്പോൾ ഇൻവൊക്കേഷൻ പോലെ ഒരു പ്രാർത്ഥന ചെയ്യും. യഥാർത്ഥത്തിൽ പണ്ട് നമ്മുടെ ഇൻവൊക്കേഷൻ എന്ന് പറയുന്ന പ്രാർത്ഥന കൗമയായിരുന്നു, അതാ വെച്ചത്. എന്നാൽ ഇപ്പോഴത്തെ നമ്മൾ ഈ നവീകരണ സഭ വന്നപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രാർത്ഥന, പിന്നെ ഒരു പ്രാർത്ഥന എപ്പോഴാണ്? മിണ്ടത്തില്ല അല്ലേ? മിണ്ടുകയല്ല. പിന്നെ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? കുഴഞ്ഞല്ലോ. പിന്നെ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ? നിങ്ങളായി സമയങ്ങളിൽ ഞാനല്ല. പിന്നെ ബർത്ത്ഡേക്ക് പ്രാർത്ഥിക്കും, വിവാഹോത്സവത്തിന് പ്രാർത്ഥിക്കും. ഇപ്പം എത്രയായി? ഉണ്ടത്തില്ല, 3 പിന്നെ ഇന്നിപ്പോൾ സ്തോത്ര പ്രാർത്ഥന 4. അതും എക്സ്റ്റൻസീവായിട്ടുള്ള പ്രാർത്ഥനയാണ് ചെയ്തത്, എക്സ്റ്റൻസീവായിട്ടുള്ള എക്സ്റ്റംപോറാണ് ചെയ്തത്. പിന്നെ എപ്പോഴാണ് സ്തോത്രാഴ്ച എടുത്തിട്ടൊരു പ്രാർത്ഥനയുണ്ട്. ഇപ്പം എത്രയായി? കൂട്ടാനും അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രസംഗത്തിന് മുമ്പൊരു പ്രാർത്ഥനയുണ്ട്, പ്രസംഗം കഴിഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. പിന്നെയുണ്ടോ? മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. നോക്കണം, ഇത്രയും എക്സ്റ്റംപോർ പ്രെയർ ഇതിനിടയ്ക്കുള്ളത്. ലിറ്റർജി മാത്രമല്ല, അതിൻ്റെ കൂടെയുള്ള മറ്റുള്ള പ്രാർത്ഥനകൾ ചേർത്താണ് നമ്മൾ പോകുന്നത്. ശരിയല്ലേ? ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നിൽക്കുകൊണ്ടാണ് നമുക്കിതൊന്നും ഓർമ്മയില്ലാത്തത് അല്ലേ? പഴയ കാര്യങ്ങളൊക്കെ എന്തെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്, മറക്കാനാവാത്ത ചില ഓർമ്മകൾ ഇപ്പോഴും കിടപ്പുണ്ടല്ലേ? പ്രാർത്ഥനാ വിഷയങ്ങൾ വരുമ്പോൾ ഇതൊന്നും കോൺഷ്യസായിട്ട് നമ്മൾ ചെയ്യാത്തതുകൊണ്ട് പലപ്പോഴും, എല്ലാവരെയും കുറിച്ചല്ല, ഇതൊന്നും നമ്മളുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കത്തില്ല. അതുകൊണ്ട് സപ്ലിക്കേഷൻ എന്നുള്ളതുകൊണ്ട് വർഷിപ്പ്, ആരാധന. അതുകൊണ്ട് ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന വേദോത്സവം വായിക്കണം, പാട്ടുപാടും വേദോത്സവം വായിക്കണം. എഴുന്നേറ്റ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പിതാവിനും പുത്രനും കുരിശു വരച്ച് ചൊല്ലി, അതുപോലെ ചേർന്ന് കൗമ ചൊല്ലി, ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, പിന്നെ ചൊല്ലി അതിന് ചേർന്നുള്ള സപ്ലിക്കേഷൻസ്, അതായത് കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ചൊല്ലി, സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി നമ്മുടെ എക്സ്റ്റംപോർ പ്രയർ ചെയ്യണം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ കർത്താവിനോട് പറയുന്ന പ്രാർത്ഥനകളും അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയായിരിക്കണം. എന്താണത്? നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നൊരു അനുഭവമല്ല, പിന്നെയോ അവിടെ അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അനേക വിഷയങ്ങൾ, വീട്ടിലെ അപ്പന്മാരും അമ്മമാരും വളരെ കോഷ്യസ് ആയിരിക്കണം.
ഇവരെ പ്രാർത്ഥിക്കേണ്ട ആളുകളുടെ പേരുകൾ കുറിച്ച് വച്ചിരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെയാണ് ഈ പ്രാർത്ഥന. അത് കഴിഞ്ഞൊരു ആശീർവാദം പറഞ്ഞ് അത് അവസാനിപ്പിക്കണം. ഓരോ ദിവസം ഓരോരുത്തർക്കും പ്രാർത്ഥന കൊടുത്താലും കുഴപ്പമില്ല, എല്ലാവരും പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, ഓരോ വീട്ടിലും ഒരു ആരാധനയോടുകൂടി അത് അവസാനിപ്പിക്കണം. ആരാധന എന്ന് പറയുന്നത് സമർപ്പണമാണ്. ആരാധന എന്ന് പറയുന്നത് എന്താണ്? സമർപ്പണമാണ്. തിരുവത്താഴം, തിരുവചനം മാത്രം കേട്ടാൽ പോരാ, തിരുവത്താഴത്തിലൂടെ അത് ജഡം ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ജീവിതത്തിൻ്റെ ക്രമം ഉണ്ടാകേണ്ടത്. ഈ സ്ത്രീ പറഞ്ഞു, എന്നോട് ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അതുതന്നെയാണ് നമ്മൾ കൗമ പ്രാർത്ഥനയിൽ ചെയ്യുന്നത്. കർത്താവെ ഞങ്ങളോട് കുറിയലായിസോൻ. നമ്മൾ എത്ര പ്രാവശ്യം ചൊല്ലി കുറിയലായിസോൻ? ഇന്ന് 3 പ്രാവശ്യം ചൊല്ലി. അതിന് മുമ്പും ചൊല്ലി. ഇടയ്ക്ക് വരുന്നുണ്ട്, ഇത് വരുന്നു. അപ്പോൾ ഈ പ്രാർത്ഥന, ഞങ്ങളോട് കരുണ ചെയ്യണമെന്നുള്ള പ്രാർത്ഥന, ഞാൻ പലപ്പോഴും ഇടവകളിലിരിക്കുമ്പോഴും പ്രശ്നങ്ങളുമായി ജീവിതത്തിൽ വരുന്ന ആളുകളോടും പറയാറുണ്ട്. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു 10 പ്രാവശ്യം എന്ത് ചെയ്യണം? യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹൃദയം തട്ടി പ്രാർത്ഥിക്കണം. യേശുവേ ദാവീദ് പുത്ര എൻ്റെ ഭർത്താവിനോട് കരുണ കാണിക്കണമേ. യേശുവേ ദാവീദ് പുത്ര എൻ്റെ ഭാര്യയോട് കരുണ കാണിക്കണമേ. യേശുവേ ദാവീദ് പുത്ര എൻ്റെ മകളോട്, എൻ്റെ മകനോട്, എൻ്റെ കൊച്ചുമകനോട് കരുണ കാണിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ എൻ്റെ പാപങ്ങളെ പൊറുക്കണമേ, രോഗങ്ങളെ മാറ്റണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഉറങ്ങാൻ കിടക്കാവൂ. പ്രൈസ് ദി ലോർഡ്. ചെയ്യാൻ പറ്റുമോ? ഈ നോമ്പ് കാലത്തിൽ ചെയ്യണം, തുടർന്നത് ചെയ്യണം. ചെയ്യാൻ പറ്റുമോ? കൈവക്കാൻ ഞാൻ പറയുന്നില്ല, സമർപ്പണം വേണം അത് ചെയ്യാനായിട്ട്. നിൻ്റെ ഓരോ രാത്രികളും ഓരോ പകലും കൃപയുടെ രാത്രിയും കൃപയുടെ പകലായിട്ട് ദൈവം മാറ്റും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവം അപ്രകാരമാണ് എന്ന് പ്രത്യമായിട്ട് വേണം. ഇൻഡസ്ട്രി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിൻ്റെ മക്കൾ കേൾക്കണം. അടുത്തുള്ള ആളുകൾക്ക് വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയും അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നത് മക്കൾ അറിയണം. മക്കൾ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, ദൈവത്തോടാണ് പ്രാർത്ഥിക്കുക. അവർ കേട്ടോളും. മക്കളോടല്ല പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തോട്. കേൾക്കുന്ന മക്കളൊക്കെ ചെവിയുള്ളവൻ കേൾക്കും, ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായിത്തീരും. ഈ സ്ത്രീ പറയുകയാണ്, എന്നോട് കരുണയുണ്ടാകണമേ. വഴിയേറി കിടന്നതായ കുരുടനായ ഭർത്തിമായും ഈ സ്ത്രീയുമാണ് ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചത്. വലിയ തിയോളജിമാർ പഠിപ്പിച്ച പ്രാർത്ഥനയല്ല. നമ്മളെ ആരാലും ചേർത്തിരിക്കുന്ന മിക്കവാറും പ്രാർത്ഥനകൾ സാധാരണപ്പെട്ടവർ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനകളാണ് നാം ചൊല്ലുന്നതെന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം. എന്ന് ദൈവത്തിൻ്റെ കരം വിളിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് കരുണ നൽകുന്നവൻ ദൈവമാണ്. ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ വർദ്ധിപ്പിക്കുകയാണ്. ഗോഡ് ഈസ് മേഴ്സി. ദൈവം കരുണ ചെയ്യുന്നവനാണ്, ദൈവം കൃപ ചെയ്യുന്നവനാണ്, ദൈവം സൗഖ്യമാക്കുന്നവനാണ്. ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങൾ എന്ന പ്രത്യേകമായിട്ട് നാം ഓർക്കേണ്ട ആവശ്യമുണ്ട്. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഇവിടെ ഈ സ്ത്രീ ഇങ്ങനെ ആ സ്ത്രീ പറഞ്ഞപ്പോൾ കർത്താവ് വളരെ നിശബ്ദനായിരുന്നു. ഒരു വാക്കും ഉരിയാടിയില്ല, മൗനമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ കർത്താവ് അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഉത്തരങ്ങൾ ലഭിക്കത്തില്ല എന്ന് തോന്നാം. God is silent. Even though God is silent, He is creative. ദൈവം മൗനമാണെങ്കിലും ആ മൗനം വളരെ ക്രിയാത്മകമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല കാര്യങ്ങൾ കാണുമെന്ന് വേദോസ്തവം പറയുന്നുണ്ട്. ഒന്ന്, ദൈവത്തിന് ചില ദിവ്യ ഉദ്ദേശം നിൻ്റെ ജീവിതത്തെക്കുറിച്ചുണ്ട്. അതുകൊണ്ടാണ് മൗനമായിരിക്കുന്നത്. ഉദാഹരണം എടുത്ത് പറയാൻ സമയമില്ല. ദൈവത്തിന് ചില ഡിവൈൻ പേർപ്പസ് ഉണ്ട്. ദൈവത്തിന് ചില ദിവ്യ ഉദ്ദേശം നിന്നെക്കുറിച്ചുണ്ട്. അതുകൊണ്ടാണ് ദൈവം മൗനമായിരിക്കുന്നത്. ചിലപ്പോൾ അത് രൂപപ്പെട്ടു വരണം. അതിനുവേണ്ടി കാത്തിരിക്കുന്ന അനുഭവം ഉണ്ടാകണം. ഒന്ന്. രണ്ട്, ഒരു ചിന്തകൻ പറയും, there are some unconfessed sins within you. നിന്നിൽ നീ പശ്ചാത്തപിക്കാത്തതായ ചില പാപങ്ങൾ കുടിയിരിപ്പുണ്ട്.
അത് നീ പശ്ചാത്തപിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നിനക്ക് സമയം തരുന്നത്. അൺകൺഫസ്ഡ് സിൻസ്, കുടുംബപരമായ ചില പാപങ്ങൾ ചില ഭവനത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ഏത് തലമുറയിൽ ഒരു കൊച്ചു കുഞ്ഞാലും ദൈവത്തിൽ, കർത്താവെ കുടുംബപരമായ ഞങ്ങളുടെ ഈ ദോഷങ്ങളെ മാറ്റിത്തരണമേ, കൊടും ചതികളെ മാറ്റിത്തരണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ കാൽവറി രക്തത്താൽ അത് മാറ്റിത്തരുന്നൊരു ദൈവമുണ്ട്. നിന്റെ പ്രാർത്ഥനകളെ കേൾക്കും, ഓർക്കണം. മൂന്നാമതൊരാൾ പറയുന്നതെന്ന് ചോദിച്ചാൽ, in order to increase and develop your faith, hope and humility, he keeps silent. നിന്റെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി മാത്രമല്ല, നിന്റെ പ്രത്യാശ വർദ്ധിപ്പിക്കാൻ വേണ്ടി, നിന്റെ താഴ്മയിലേക്ക് നീ ഇറങ്ങി വരുവാൻ വേണ്ടി ഈ 3 വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസ ജീവിതത്തിൽ. ദ ഫെയ്ത്ത് ആൻഡ് ഹോപ്പ് ആൻഡ് ഹ്യൂമിലിറ്റി. വിശ്വാസം വർദ്ധിക്കണം. ഏറെ പ്രാർത്ഥിക്കുമ്പോൾ ഏറെ വിശ്വാസം ഉണ്ടാകണം. ഏറെ യാതന കഴിക്കുമ്പോൾ തളർന്നു പോകാതെ നിന്റെ വിശ്വാസം യഥാർത്ഥമായ അവസ്ഥയിലേക്ക് മാറണം. പിന്നെ പറയുന്നത്, നിന്റെ പ്രത്യാശ നഷ്ടപ്പെടാൻ പാടില്ല. സ്ഥിരതയോടെ, പെർസിവറൻസോടെ നിൽക്കണം. ഹ്യൂമിലിറ്റി, താഴ്മ കൂടണം. ഞാനെന്നുള്ള ഭാവം ഒഴിഞ്ഞു പോകണം. അപ്പോൾ ദൈവം നിന്നിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു സാവകാശത്തോടെ വരികയാണ്. അവൻ മൗനമായിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയുകയാണ്. ബട്ട് എന്നിട്ട് ഈ സ്ത്രീ എന്ത് ചെയ്തു? ഈ സ്ത്രീ ഷീ പെർസിസ്റ്റഡ് വിത്ത് ഹെർ അൺപാരലൽഡ് ഫെയ്ത്ത്. അവളുടെ സമാന്തരമില്ലാത്തതായ അവളുടെ യാതനകൾ തുടർന്നുകൊണ്ടേയിരുന്നു. അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം ഡിസ്കറേജിംഗ് ആണ്. യേശു മൗനമായിരുന്നു. നിരാശപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. യേശു പറഞ്ഞു, ഈ ആഹാരം, ഈ അപ്പം മക്കൾക്കുള്ളതാണ്, നായ്ക്കുട്ടിക്കുള്ളതല്ല. റോഡിൽ നടക്കുന്ന പട്ടിയെക്കുറിച്ചല്ല കർത്താവ് പറഞ്ഞത്, സ്ട്രേ ഡോഗ്സിനെ കുറിച്ചല്ല. പിന്നെയോ വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടികളെക്കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ മക്കളുടെ ഇടയിൽ താഴെ വരുന്ന ചെറിയ നായ്ക്കുട്ടികളും തിന്നുമെന്നൊക്കെ പറയുന്ന ഉദാഹരണം അവിടെ പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാം ഡിസ്കറേജിംഗ് ആണ്. എല്ലാം നമ്മളെ നിരാശപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. എന്നാൽ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, താഴ്മയോടെ നിലനിന്ന് പ്രാർത്ഥിക്കുന്നതായ സാവകാശം ഉണ്ടാകണം. പറ്റിയാൽ ഓർക്കണം, ആർക്കും, ഈ സ്ത്രീ അപ്രകാരം നിന്നപ്പോൾ ആർക്കും ചെന്നെത്താൻ സാധിക്കാത്ത വിശ്വാസ തലങ്ങളിലേക്ക് അവൾ എത്തിച്ചേർന്നു. അതിന് പ്രത്യേകത, ഷീ റീച്ച് ടു ദി ലെവൽ, ദ കണ്ടംപ്ലേറ്റീവ് ലെവൽ ഓഫ് പ്രെയർ. കണ്ടംപ്ലേറ്റീവ് ലെവൽ, അതായത് ധ്യാനത്തിൻ്റെ ഒരു വലിയ മൂർധന്യ അവസ്ഥയിലേക്ക് അവൾ പ്രവേശിക്കുകയാണ്. ആ വിശ്വാസത്തിൽ നിങ്ങളൊന്ന് ആ ഭാഗം നന്നായിട്ട് വായിച്ച് നോക്കും, മനസ്സിലാകും പ്രാർത്ഥന എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകും, ദൈവത്തോടുള്ള യാചന എങ്ങനെ കൊണ്ടുപോകണം, സൗഖ്യം എവിടെയാണ് ലഭിക്കുന്നതെന്ന് നോക്കണം. നോക്കുന്നത് മുന്നോട്ട് പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? അവൾ ഈ കുഞ്ഞിൻ്റെ കാര്യം അല്പം മറന്നുപോയി. സൗഖ്യം ലഭിക്കണമെന്ന് ആഗ്രഹത്തോടെ നിൽക്കുമ്പോഴും കർത്താവിനോട് കുറച്ച് നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, ഏറെ നേരം സംസാരിച്ചപ്പോൾ അവളുടെ വിശ്വാസത്തിൻ്റെ തലം വ്യത്യാസപ്പെടുകയാണ്. അവൾ പറയുകയാണ്, ഷീ വാസ് നോട്ട് ബെഗ്ഗിങ് ഫോർ ഹെർ ഡോട്ടർ. അതുണ്ട് എങ്കിലും ഷീ ബിക്കെയിം ക്ലോസർ ടു ഗോഡ്. പ്രാർത്ഥന നിന്നെ കൊണ്ട് എത്തിക്കേണ്ടത് ദൈവവുമായിട്ടുള്ള നിന്റെ ആ വിശ്വാസത്തിൻ്റെ സാമീപ്യത്തിലാണോ, അടുപ്പത്തിലാണോ? ദൈവവുമായിട്ടുള്ള നമ്മളുടെ ഏറ്റവും അടുത്ത വ്യക്തിപരമായ ബന്ധത്തിലേക്കാണ്. ഒരു കാര്യം സാധിച്ചെടുക്കാനുള്ള വ്യഗ്രതയല്ല പ്രാർത്ഥനയുടെ അനുഭവം എന്ന് പറയുന്നത്. കാര്യം സാധിച്ചാലും സാധിച്ചില്ലേലും ദൈവത്തോടുള്ളതായ വിശ്വസ്തതയും വിശ്വാസത്തോടുകൂടി വ്യക്തിപരമായൊരു ബന്ധത്തിലേക്ക് ദൈവവുമായി പ്രവേശിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥന ഉപയോഗിക്കേണ്ടത്. പ്രത്യേകം ഓർക്കണം. അതുകൊണ്ടാണ് ശദ്രക്കും മേശക്കും അഭയം നൽകുവാൻ പറഞ്ഞത്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസി, ഷീ ബിക്കെയിം വെരി ക്ലോസർ ടു ജീസസ് ക്രൈസ്റ്റ് ദാൻ ദാറ്റ് ഓഫ് ഹെർ ബെഗിങ്. അവളുടെ ആഗ്രഹത്തേക്കാൾ
കർത്താവിൻ്റെ സന്നിധിക്ക് അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. അനേകം എനിക്ക് പറയാൻ സമയമില്ല, എത്രയോ വിശ്വാസികൾ ഇങ്ങനെയുണ്ടെന്നറിയാമോ? കർത്താവെ, നീ എന്നെ സൗഖ്യമാക്കിയില്ലേലും വേണ്ടുകയില്ല, നീ എന്നെ വിട്ടുപോകരുത് എന്ന് പറയുന്നവരുണ്ട്. നീ എന്നെ സൗഖ്യമാക്കിയില്ലേലും വേണ്ടുകയില്ല, നിന്റെ സാന്നിധ്യം എൻ്റെ ഭവനത്തിൽ നിന്ന് ഒരു നാളും പോകാൻ പാടില്ല. ഐ നീഡ് യു ദാൻ ദാറ്റ് ഓഫ് ദ ബ്ലെസ്സിങ്സ്. ഈ സ്ത്രീയും ആ മനോഭാവത്തിലുള്ള ഒരാളാണ്. ഈ സ്ത്രീ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? യേശുവേ, കർത്താവെ, എന്നോട് നീ കരുണ കാണിക്കണം. മകളോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എന്താ പറഞ്ഞത്? എന്നോട് നീ കരുണ കാണിക്കണം. അവൾ പ്രാർത്ഥിച്ച അങ്ങനെയാണ്, മേഴ്സി ഓൺ മീ എന്നാണ് പ്രാർത്ഥിച്ചത്. പിന്നെ പറഞ്ഞത് സപ്ലിക്കേഷൻ എന്താ പറഞ്ഞത്? എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം ഉണ്ട് എന്ന് പറയുന്നത്. അവളോട്, ഈ പ്രാർത്ഥിച്ച വ്യക്തിയോട് കരുണ കാണിക്കണമെന്ന് പറയുകയാണ്. എന്നോട് നീ കരുണ കാണിക്കുന്നതാണ് എൻ്റെ മകൾക്ക് സൗഖ്യം നൽകുന്നത്. ഇതാണ് യേശുവിനോട് പ്രാർത്ഥിച്ച് വന്ന് യേശുവിനോടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് അവൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള വ്യഗ്രതയാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. കാര്യങ്ങൾ പുറകെ വരും. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന് പ്രത്യേകിച്ച് നോക്കണം. ഈ സ്ത്രീ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്. ഈ മേശയിൽ വീഴുന്ന നുറുക്കുകൾ അത് ഭക്ഷിപ്പാൻ നായ്ക്കുട്ടികൾക്ക് അവകാശമുണ്ട്. പ്രൈസ് ദ ലോർഡ്. എന്താ പറയുന്നത്? മെയിൻ കോഴ്സ് ഓഫ് ഫുഡല്ല, മേളിയിരിക്കുന്ന ഫുഡെല്ലാം മക്കൾക്ക് കൊടുത്തോ. കർത്താവിടെ വേർതിരിച്ച് കാണുകയല്ല. ശിഷ്യന്മാരിയ്ക്കുന്നുണ്ട്, അവരെ ഒരു കാര്യം പഠിപ്പിക്കാൻ കൂടിയാണ് കർത്താവ് ചെയ്യുന്നത്. താഴെ വരുന്ന നുറുക്ക് ഭക്ഷിക്കാൻ ആർക്ക് അവകാശമുണ്ട്? നായ്ക്കുട്ടി അവകാശമുണ്ട്. ഇവിടെ എന്നാ പറയുന്നത്? പ്രാർത്ഥിച്ച് വന്നപ്പോൾ അവൾ പറയുകയാണ്, ഐ ബിലീവ് ദാറ്റ് ഐ ഹാവ് എ സ്പേസ് ഇൻ യു. അനേകർക്ക് നീ ഇടം കൊടുക്കുന്നത് പോലെ എനിക്കും ഒരിടം നിന്നിലുണ്ട്. അവകാശവാദം പറയുകയാണ് അവൾ. കർത്താവേ, നിന്നിൽ എനിക്കും ഒരിടമുണ്ട്. ഞാനും നിങ്ങളും ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. അനേകർക്ക് നീ ഇടം കൊടുത്തതുപോലെ എനിക്കും ഒരിടം നീ നൽകും, അല്ലേ? അനേകർക്ക് നീ സൗഖ്യം കൊടുത്തതുപോലെ കർത്താവേ, എനിക്കും ഒരു സൗഖ്യം എനിക്ക് നൽകണം, അല്ലേ? ഒരു പങ്കാളിത്തം നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഓർക്കണം, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കാൻ സാധ്യതയുണ്ട്. എനിക്കെല്ലാം തരണേ കർത്താവേ, ഞങ്ങൾക്കിത് തരണമേ, എൻ്റെ മോനെല്ലാം കൊടുക്കണമേ. ചിലർ അപ്പനും അമ്മയും പ്രാർത്ഥിച്ച് മക്കളെ പരീക്ഷയ്ക്ക് വിടാറുണ്ട്. എന്നാ ചോദിച്ചാൽ, ഈ കുഞ്ഞിന് നല്ല ബുദ്ധി കൊടുക്കണം, വരുന്ന എല്ലാം എഴുതാൻ അനുവാദം കൊടുക്കണം. ഞങ്ങളുടെ അടുത്ത് എന്നും രാവിലെ ഇപ്പോൾ ഈ പരീക്ഷക്കാലമുണ്ട്, എൻ്റെ വൈഫിനെയും വിളിക്കും, ദൂരെ നിന്നൊക്കെ വിളിക്കുന്ന ആളുകളുണ്ട്, ഇവിടെ നിന്നിട്ട് വിളിക്കുന്നുണ്ട്. പ്രാർത്ഥനയാണ് ജോലി, രാവിലെ 4 തൊട്ടുള്ള ജോലി അതാ. ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എന്താ ആ സമയത്ത് ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കും, കർത്താവേ, ഈ കുഞ്ഞിൻ്റെ കൂടെ പരീക്ഷ എഴുതുന്നവർക്കും നീ ഒരു ബുദ്ധി കൊടുക്കണമേ എന്ന്. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. ഞങ്ങൾക്കും ഒരിടം നൽകണമേ, അനേകരെ നന്മയിലേക്ക് നടത്തുന്ന ദൈവമേ, എനിക്കും ഒരു നന്മ നൽകണമേ. ധൂപക്കുറ്റിയിൽ ധൂപം ഇടുന്നത് പോലെയാണത്. അതാ ധൂപം ഇടുന്നത്. ധൂപം മേളിലോട്ട് പോകുമ്പോൾ പ്രാർത്ഥനയുടെ ആ വലിയ യാതനകൾ സപ്ലിക്കേഷൻസ് പോകുകയാണെന്നാണ് പറയുന്നത്. ഓരോ തരി ഇടുന്ന അവസരത്തിൽ, ഓരോ ധൂപം ഇടുമ്പോഴും പറയാണ്, ഈ ധൂപത്തിൽ ഞങ്ങൾക്കും ഒരു അവകാശം ഉണ്ട്, ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾക്കും കർത്താവേ ഒരു അവകാശം ഉണ്ട്. ഒരു പുകയ്ക്ക് വേണ്ടിയല്ല ഈ ധൂപം ഇടുന്നത്, ഓർക്കണം. ഒരു മണത്തിന് വേണ്ടിയും കൂടിയാണ്. സുവിശേഷവും ഈ കൂദാശയും സുഗന്ധമാണെന്ന് പറയാൻ വേണ്ടി കൂടിയാണ്. എന്നാൽ അതിലേറെ പറയുന്നത് ഒരു പ്രാർത്ഥനയുടെ ധൂപം, ധൂപം ആണ്. എനിക്കും ഒരു അവകാശമുണ്ട്, പ്രാർത്ഥിക്കണം. എന്താ പറയുക? കർത്താവേ, ഞങ്ങൾക്കും നിന്നിലൊരു പങ്കുണ്ട്, അത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. വി ഹാവ് എ സ്പേസ് ഇൻ യു എന്ന് പ്രത്യേകിച്ച് പറയുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ്
ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് വ്യാപരിക്കുന്ന പറ്റിയാൽ ഓർക്കണം. ഈ സ്ത്രീ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒന്നുകൂടെ ഓർപ്പിച്ചെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഈ സ്ത്രീ പറഞ്ഞു, എന്താ, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് സൗഖ്യം കൊടുക്കണമേ. ദാറ്റ് ഈസ് മധ്യസ്ഥ പ്രാർത്ഥന. ഞാൻ അതുകൊണ്ട് ആദ്യം അത്രയും ഡീറ്റെയിലായിട്ട് ഞാൻ ചോദിച്ചത്. മധ്യസ്ഥ പ്രാർത്ഥനയാണത്. മധ്യസ്ഥ പ്രാർത്ഥന ഇല്ലാതൊരു പ്രാർത്ഥന പൂർണ്ണമാകത്തില്ല. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിച്ചാലും പള്ളിയിൽ പ്രാർത്ഥിച്ചാലും അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കാതെ ആ പ്രാർത്ഥന പൂർണ്ണമാകത്തില്ല. ഈ മകളെ നിർത്തിക്കൊണ്ട് യേശുവിനോട് പറയണം, എന്നോട് നീ കരുണ കാണിക്കണം, മകൾക്കൊരു സൗഖ്യം കൊടുക്കണം. അനേകം ചിത്രങ്ങൾ കാലാകാലങ്ങളിൽ ചിത്രകാരന്മാരും ഇത് വരച്ചിട്ടുണ്ട്. ഈ സ്ത്രീ യേശുവിന് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഒരു ചിത്രം ഞാനിങ്ങനെ പരതി നോക്കിയപ്പോൾ കണ്ട ഒരു ചിത്രം ഇങ്ങനെയാണ്, അർത്ഥവത്തായ ചിത്രമാണ്. യേശുവിൻ്റെ അടുക്കൽ വന്ന ഈ സ്ത്രീ ഈ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഒരു കൈ കൊണ്ട് യേശുവിനെ തൊട്ടിട്ടുണ്ട്. എന്നിട്ടാണ് പറയുന്നത്, എന്നോട് കരുണ കാണിക്കണമേ. നീ എന്നോട് കരുണ കാണിക്കുന്നത് ഇവൾക്ക് സൗഖ്യമായിട്ട് മാറാൻ പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകളെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഷീ ബിക്കെയിം എ ചാനൽ ഫോർ ഗ്രേസ്. ഒരു ചാനലാണ് അവൾ, ഒരു മാർഗമായി തീരുകയാണ്, ഒരു മധ്യസ്ഥയുടെ അനുഭവത്തിലേക്ക് പോവുകയാണ്. ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ലോകത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥമാണ്, ഈ സ്ത്രീ പറയുന്നത്, നീ എന്നോട് കരുണ കാണിക്കുന്നത് കൊണ്ടാണ് എൻ്റെ മകൾക്ക് സൗഖ്യം ഉണ്ടാകുന്നത്. പരസ്പരമുള്ള ദൈവികമായ ബന്ധങ്ങളുടെ അനുഭവമാണ് കാണുന്നത്. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അടുപ്പിക്കുകയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്താ ഞാൻ പറഞ്ഞത്? കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അടുപ്പിക്കുന്നതാണ് പ്രാർത്ഥന. അതിന് നീ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അടുത്ത് നിൽക്കണം. You have to come closer to God to make closer your children. ഓർക്കണം, ഒരു ചാനലായിട്ട് നിൽക്കുകയാണ്. മാർത്തോമക്കാരൻ ഇങ്ങനെ ആയിരിക്കണം, ക്രിസ്തീയ വിശ്വാസം ഇങ്ങനെ ആയിരിക്കണം. നോമ്പ് കാലത്ത് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ വരണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നവരാണ്. കർത്താവ് അതാണ് ചെയ്യുന്നത്. ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുമ്പോൾ, ആരാധന ചെയ്യുമ്പോൾ, സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് വലതുഭാഗത്തിരുന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുകയാണ്. ഈ മധ്യസ്ഥത കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ ജീവിക്കുന്നത്. ഇവളോട് കരുണ തോന്നണമേ, ഇവനോട് കരുണ തോന്നണമേ എന്ന് യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുകയാണ്. എപ്പോഴും കർത്താവ് ചെയ്തത് മധ്യസ്ഥതയുടെ പ്രാർത്ഥനയാണ്. അപ്രകാരമുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യം. ഈ സ്ത്രീയുടെ ജീവിതത്തെ അങ്ങനെ കാണുവാൻ നമുക്ക് സാധിക്കണം. പൗരസ്ത്യ സഭയ്ക്ക് ഈ സ്ത്രീയുടെ ആധ്യാത്മിക മൂല്യമുള്ള ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. പൗരസ്ത്യയുടെ ആരാധനയ്ക്ക് ചേരുന്ന അനുഭവമാണ്. അതുകൊണ്ടാണ് നോമ്പിനോട് ചേർത്ത് ഈ സംഭവം വച്ചിരിക്കുന്നത്. ദൈവം നമ്മെ അപ്രകാരം അനുഗ്രഹിക്കട്ടെ. കൃപയുടെ മഹത്വം നിൽപ്പാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.